വെള്ളം ഈ മുറ്റത്തൊക്കെ കെട്ടിക്കിടക്കണേ. ഈ മഴയാണെങ്കിൽ വന്നും പോയിക്കൊണ്ടിരിക്കുക. ഓ, ഈ വെള്ളം കയറി കയറി വരുവാണല്ലോ. ഇന്നല്ലേ ദൈവമേ പന്തലിടാൻ ആൾക്കാർ വരുന്നേ. ആദ്യമായിട്ടാ എന്റെ ബർത്ത്ഡേ ഇത്ര ആഘോഷത്തിൽ നടത്തണേ. അന്നേരം ഈ നശിച്ച മഴ കൊളുവോക്കാതിരുന്നാ മതിയായിരുന്നു. ഈ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പോയാ മതിയായിരുന്നു. അല്ലേ, നിങ്ങൾ രണ്ടും കൂടി എന്ത് പരിപാടി കാണിക്കുവാ? ഓണം വന്നതൊക്കെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് പൂവിടാൻ അറിയോ? നീതു, നിത്യ, ഗീത അവരൊക്കെ എവിടെ? എന്നാ ഇങ്ങ് കൊണ്ടുവാ, ഞാനിടാ പൂക്കളം. അതൊന്നും വേണ്ട. ആ, നിങ്ങൾ പൂവിടാൻ തുടങ്ങിയോ? സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് ഓണം എക്സാം ആയതുകൊണ്ടല്ലേ ഇന്നൊരു ദിവസം നിങ്ങൾ എങ്ങനെയാണെങ്കിലും പൂക്കൾ ഇട്ടോ. ഈ കുട്ടികൾക്ക് എന്തറിയാം? അച്ഛാമ്മ ഞങ്ങൾക്ക് ഓണം എക്സാം അല്ലേ, നിത്യ നേരത്തെ പോയി. ഞാൻ ദേ പോകുക. ഈ പിള്ളേർക്കാണെങ്കിൽ 9:30 അവരുടെ സ്കൂളിൽ പോകാനുള്ള ഓട്ടോറിക്ഷ വരുള്ളൂ. അവരിവിടെ നിന്ന് ഇടട്ടെ. അപ്പൊ ശരി, സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ പോയിട്ട് വരാൻ. ബൈ. എടി നിത്യ, എടാ കുണുക്ക, ഇങ്ങോട്ട് കൊണ്ടുവന്നേ. വെറുതെ വീട്ടുമുറ്റം വൃത്തികേടാക്കാനൊന്നും പറ്റൂല. ഇത് നല്ലൊരു ഓണമാണ്. മാവേലി വരും. ഞാൻ നല്ല ഭംഗിക്കിടാം. ഇങ്ങ് കൊണ്ടുപോവാ പൂക്കോട്ട. കുരുത്തം കിട്ട പിള്ളേര്. എന്തായാലും നിങ്ങൾ ഒറ്റക്ക് പൂവിടണ്ട. ലല്ലിമോളുണ്ടല്ലോ, അവളെ വിളിക്കാം. അവൾക്ക് നല്ല ഡിസൈൻ അറിയാം. ലല്ലിമോളെ, ലല്ലിമോളെ, അച്ഛമ്മയുടെ ലല്ലിമോളെ, ഇന്ന് വന്നേ, ദേ പൂവിടാൻ കൂടിക്കേ. അവൾ ഇപ്പൊ വരും. അവള് വരും. ഈ പൂക്കോട്ട അങ്ങോട്ട് കൊടുത്തോളണം. ലല്ലിമോൾ ഇട്ടോളൂ, കേട്ടല്ലോ. ഓ, പൂക്കൾ ഇടാനാണെന്ന് പറഞ്ഞ് മുറ്റം മുഴുവൻ പിച്ചി കീറി വാരി എറിഞ്ഞ് വൃത്തികേടാക്കാനായിട്ട്. എന്താ പിള്ളേരെ വിളിച്ചേ? പൂവിടാൻ തുടങ്ങിയോ? സമ്മതിക്കുന്നില്ലെന്നോ? അതെന്തു പറ്റി? അതാണോ പ്രശ്നം? ലല്ലിമോളെയും കൂടി വിളിക്കട്ടെ. നിങ്ങൾ 3 പേരും കൂടി പോയിട്ടാ മതി. അങ്ങനെ പറയില്ലേ കുണുക്കി കുണുക്ക. 3 പേരും കൂടി സന്തോഷമായിട്ട് വേണം പൂവിടാൻ, കേട്ടോ. അമ്മക്ക് അടുക്കള ജോലി ഉണ്ട്. അമ്മ ജോലി ചെയ്തിട്ട് വരാം. നിങ്ങൾ തല്ലുപിടിക്കാതെ പൂവിടണേ. നിങ്ങൾക്ക് പൂക്കളെ ഇടാൻ അറിയില്ലെന്നും പറഞ്ഞ അച്ഛാമ്മ എന്നെ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ പറഞ്ഞ പോലെ ഇടണം, കേട്ടോ. അതൊന്നും വേണ്ട. ആ റോസ മാറ്റ്. നടുക്ക് റെഡ് ഉണ്ടല്ലോ, റെഡ് വെച്ചാ മതി. ദേ ഈ പൂ വെച്ചാ മതി. ഡാലിയൊന്നും വേണ്ട. ഇതിന്റെ ചുറ്റും വേറൊരു പൂ മതി, ഒരു വൈറ്റ് കളറിലെ. അത് വേഗം എടുത്തോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ പറയണ പോലെ പൂവിട്ടാ മതി. വേറെ കളർ വെച്ചാ മതി. യെല്ലോ പൂവൊന്നും വേണ്ട. ഈ ഓറഞ്ച് പൂ വെച്ചാ മതി. ഇപ്പൊ എന്ത് ഭംഗിയാ കാണാൻ. ഓ, നിന്റെ ഒരു യെല്ലോ പൂ. അതൊന്നും വേണ്ട. ഇനി വേറെ എന്തെങ്കിലും വെക്കാം. അത് നിങ്ങൾ പറയണ പൂവിന്റെ കളറൊന്നും കൊള്ളില്ല, അതുകൊണ്ടാ. ഞാൻ പറയണ പൂ ഇട്ടാ മതി. ഞാൻ വെച്ച പൂ മുഴുവൻ നിങ്ങൾ മാറ്റിയോ? ഞാൻ ഇട്ട പൂക്കളും നിങ്ങൾ മാറ്റിയല്ലേ? ഞാൻ കാണിച്ചു തരാം. അച്ഛമ്മ, അച്ഛമ്മ. എന്തോ ലല്ലിമോളെ വിളിച്ചോ? ആഹാ, ലല്ലിമോള് വന്നപ്പോ തന്നെ 2 റൗണ്ട് കംപ്ലീറ്റ് ആയല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ ഞാൻ ലല്ലിമോളെ വിളിച്ചേ. അച്ഛമ്മ, ഇത് ഞാൻ ഇട്ടതല്ല. ലല്ലിമോളെ ഇട്ടില്ലേ? അച്ഛമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? പൂക്കളെ ഇടാനല്ലേ? എന്നിട്ട് ഈ കുണുക്കിനും കുണുക്കി ഇടാൻ സമ്മതിക്കുന്നില്ല. നേരാണോ പിള്ളേരെ ഞാൻ ഈ കേട്ടത്? നിങ്ങളെന്താ ലല്ലിമോളെ പൂടിക്കാത്തെ? അവൾ അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ അവക്ക് ഡിസൈൻ അറിയാവുന്നതുകൊണ്ടാ. അച്ഛമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് കളിയാക്കാനാണല്ലേ? കളിയാക്കാനോ? അങ്ങനെ പറയല്ലേ. ലല്ലിമോൾ ഇട്ടോ. ഞാൻ ഇനി ഇവരെ കൂടി ഇടുന്നില്ല അച്ഛമ്മ. ഓഹോ, അത്ര കായോ നിങ്ങള്? എന്റെ ലല്ലിമോള് നല്ലോണം പൂവിടും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവരെ കൂടി ഇനി ഇടില്ല അച്ഛമ്മ.
വേണ്ട, ഇവരെ കൂടി ഇടണ്ട. ദേ ഈ വീടിന്റെ പുറകിലും തൊടിയിലും എന്തോരം പൂക്കളാന്നറിയോ. അച്ഛമ്മ ഇപ്പൊ പറിച്ചോണ്ട് വരാം. ലല്ലിമോൾ ഈ മുറ്റത്ത് തന്നെ വേറൊരു പൂക്കള ഇട്ടോ. നമുക്കറിയാലോ ഏറ്റവും നല്ല ധാരടയാണെന്ന്. രണ്ട് പൂക്കളിട്ടത് പരിസരമല്ല, വീടാണ്. ഞങ്ങളുടെ വീട്ടില് ഒരു പൂക്കളം മതി. പിന്നെ നീയൊക്കെ തീരുമാനിക്കണ പോലെയാണ്. ഇവിടെ 2 പൂക്കളം തന്നെ ഇടും. ലല്ലിമോളെ ഇങ്ങോട്ട് നീങ്ങിരിക്കതേ. അച്ഛമ്മ ഇപ്പൊ പൂ പറിച്ചോണ്ട് വരാട്ടോ. നീയൊക്കെ കണ്ടോടി കുണുക്കി കുണുക്ക. അച്ഛമ്മ ഇപ്പൊ പൂ കൊണ്ടുവരും. ഞാൻ നിങ്ങളേലും നല്ല പൂക്കളെ ഇടും. കണ്ടോ, നമുക്ക് കാണാം. കണ്ടോ, നിന്റെയൊക്കെ ഫ്രണ്ടിലിടും ഞാൻ പൂവ്. ലല്ലിമോളെ ദേ കൊട്ട നിറച്ച് പൂവുണ്ട്. ലല്ലിമോൾ ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ടോട്ടോ. ഇവരുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടോ. ചാൻസ് അച്ഛമ്മ, ഞാൻ അടിപൊളി പൂക്കളെ ഇടും. പൂക്കളെ ഇട്ട് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അപ്പ വന്നാ മതി അച്ഛമ്മ. അച്ഛമ്മക്ക് സർപ്രൈസ് ആയിരിക്കും അത്. അത് അച്ഛമ്മക്ക് അറിയാം ഏറ്റവും അടിപൊളി മോളുടെ ഇരിക്കുമെന്ന്. അച്ഛമ്മ എന്തായാലും അകത്തിരിക്കാം. പൂക്കളെ ഇട്ട് കഴിയുമ്പോ വിളിക്കണേ. നമ്മളെ നോക്കൂടാ കൊടുക്ക, നമുക്ക് അടിപൊളി ഇടാടി. എന്തായാലും ഇവരെ ഞാൻ വെട്ടിക്കും. എങ്ങനെ നമുക്ക് അടിപൊളി ഇടണ, വേഗം ഇട്. ഞങ്ങൾ ഇട്ട് കഴിഞ്ഞല്ലോ ചേച്ചി. ഓ, ഞാൻ കണ്ടു നിങ്ങളുടെ പൊട്ട ഡിസൈൻ. ഞാനും ഇട്ട് കഴിഞ്ഞു. ഞാൻ പോയേ അച്ഛമ്മനെ വിളിക്കാൻ പോകുക. അച്ഛമ്മ പറയട്ടെ ആരുടെ നല്ലതെന്ന്. ആര് പറയാനും അറിയില്ല ചേച്ചിയുടെ പൊട്ടേ ഞങ്ങളുടെ നല്ലത്. അമ്മേന്ന് വായ അമ്മേ. എടെ കുണുക്കാൻ നിങ്ങൾ പൂക്കളെ ഇട്ടു. എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട്. ഞങ്ങളുടെ പൂക്കൾ എങ്ങനെയുണ്ടെന്ന് നോക്ക്. എന്റെ കുട്ടികൾ ഇട്ടതല്ലേ, അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും. ഞങ്ങളുടെയാണോ ചേച്ചിയുടെ? ഞങ്ങളുടെയാണോ? 2 പൂക്കളെ ഇട്ടോ. അതെന്തിനാ? ലലിച്ചേച്ചി തള്ളി പിടിച്ചിട്ടേതാ 2 എണ്ണം. എന്ത് പണിയാ കുണുക്ക കാണിച്ച? അമ്മ പ്രത്യേകം പറഞ്ഞല്ലേ, ഓണം എന്ന് പറയണത് തന്നെ ഒത്തൊരുമയാ. അന്നേരം 2 പൂക്കളെ ഇട്ട് വന്നിരിക്കുന്നു. അത് മോശമായി പോയി. ഞങ്ങളല്ലല്ലോ ലലിച്ചേച്ചി ഇട്ടതാ. ഇട്ടതിട്ടു. എന്തായാലും ഇനി മത്സരം ഒന്നും വേണ്ട. ഇനി അതും പറഞ്ഞ് തല്ലുപിടിക്കാനല്ലേ. ഞാൻ വരുന്നില്ല അത് കാണാൻ. അമ്മ പ്ലീസ് ഒന്ന് വാ. ഈ കുണുക്കനെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. അച്ചാമ്മ എന്തായാലും ലല്ലയുടെ നല്ലതെന്ന് പറയൂ. അത് പിന്നെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. വെറുതെ വഴക്കിനൊന്നും പോവണ്ട. അമ്മ വന്നാ മതി. ശരി ശരി, ഞാൻ വരാം. എന്നാലും 2 പൂക്കളെ ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് വിട്ടുകൊടുക്കായിരുന്നു. ലല്ലി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നതല്ലേ. അമ്മ വാ. ഞാൻ വന്നോണ്ടിരിക്കാം. ദൈവമേ, 2 പൂക്കളെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ആരുടെ നല്ലതെന്ന് ഞാൻ പറയും. ഒരാളെ പറഞ്ഞാൽ മറ്റയാൾ വഴക്കിടും. ഒരു പണിയൊപ്പിക്കാനായിട്ട്. നോക്കട്ടെ, 2 പേരുടെയും കൊള്ളാലോ. നോ ഗീതാന്റി നോ. ഉറപ്പായിട്ട് ഒരാളുടെ പേര് പറയണം. അതിപ്പോ എന്ത് പറയാനിരിക്കുന്നു എന്റെ ലല്ലി. അയ്യോ അയ്യോ, എന്തൊരു ഇടിവെട്ടാ, മഴ വരുന്നു. ദൈവമേ, പിള്ളേരിപ്പോ പൂ ഇട്ടതേ ഉള്ളല്ലോ. ഇതിപ്പോ മഴയെ തൊലിച്ചു പോകുന്ന തോന്നണേ. അയ്യോ അച്ഛമ്മ, എന്റെ കഷ്ടപ്പാട് വെറുതെ ആകൂ. അയ്യോ, വെള്ളം കയറുന്നു. ദൈവമേ, വെള്ളം കയറുന്നുണ്ടല്ലോ. ദൈവമേ, ഇത് എന്തൊരു വെള്ളപ്പൊക്ക. അയ്യോ അച്ഛമ്മ, എന്റെ പൂക്കളം. ദൈവമേ, പൂ എല്ലാം ഒലിച്ചു പോയി. ദൈവമേ, ഇനി ഇവിടെ നോക്കി നിന്നിട്ട് എന്തിനാ? വേഗം അകത്ത് കയറണ്ടേ പിള്ളേരെ.